നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറഞ്ഞോ? ഏട്ടൻ തിരക്കിലാണോ? അല്ല. ഏട്ടാ, വന്ദനേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ? അറസ്റ്റോ? എന്തിന്? അഡ്വക്കേറ്റ് വർഗീസിന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്നാ പരാതി. മോഷണോ? ഇനി കള്ളിയാണെന്ന് കൂടി പരസ്യപ്പെട്ട എന്റെ കുഞ്ഞിന്റെ ഗതി എന്താവും ഭഗവാനെ? എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ലേ. അയ്യോ എന്റെ മോളെ. അച്ഛമ്മ, വിജയിച്ചടോ, വിജയിച്ചു. ആ വന്ദനയ്ക്ക് മൂക്ക് കയറാനുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടില്ലേ? തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളിൽ നിന്ന് പോലും അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ, അല്ലേ? ഇനി നമുക്ക് ആ ഗതികേടുണ്ടാവില്ല. നിയമം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് വർഗീസിനോടാ കളിച്ചിരിക്കുന്നത്. വന്ദനയ്ക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും വക്കീൽ അടച്ചിരിക്കും. ചുരുങ്ങിയത് ഒരു 6 വർഷത്തെ ശിക്ഷയെങ്കിലും വക്കീൽ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പിന്നെ മറ്റൊരു അനുകൂല ഘടകം കൂടി കാണുന്നുണ്ട്. ദിയമോളെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു പരാതി ഇതിനു മുമ്പ് രാഖിയും സാഗറും കൂടി വന്ദനയ്ക്കെതിരെ കൊടുത്തിരുന്നു. അന്ന് ഇതേ വന്ദന ഇൻസ്പെക്ടറെ മൂക്കുകൊണ്ട് ഇക്ഷ ഇമ്മ ഇപ്ല എന്ന് എഴുതിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതേ അന്നുള്ള പോലീസുകാർക്കൊന്നും ആ അരിശം തീർന്നു കാണില്ല. ഇൻസ്പെക്ടർക്ക് അവളോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. വന്ദനെ പരമാവധി വെള്ളം കുടിപ്പിക്കാൻ പറ്റും. എന്നാലും എന്റെ കുറുപ്പ് സാറേ, വക്കീലിന്റെ ആഫീസിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള ധൈര്യം ഈ വന്ദനയ്ക്കുണ്ടായല്ലോ. കെട്ട കൂട്ടങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവളാ. അവളുടെ തന്ത മാധവൻ ഒരു പേര് കേട്ട കുടുംബത്തിൽ നിന്ന് ചന്ദ്രിക അടിച്ചുകൊണ്ട് വന്നവനല്ലേ. ഈ വന്ദനയുടെ സഹോദരൻ മനോജ് എന്ന് പറയുന്ന വൃത്തി കേട്ട തേണ്ടി എന്റെ മോളെ മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അപ്പോ അച്ഛനും മോനും പെണ്ണ് മോഷ്ടിച്ചപ്പോ സഹോദരി പണവും മോഷ്ടിച്ചു. സ്വാഭാവികം. വന്ദനയുടെ വിശേഷം എന്താണെന്നും പറഞ്ഞോണ്ട് ആ ഇൻസ്പെക്ടറുടെ വിളിയൊന്നും വരുന്നില്ലല്ലോ. വിളിക്കാൻ എന്തിരിക്കുന്നു? ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെ ചാർജ് ചെയ്യും. കോടതിയിൽ ഹാജരാക്കിയാൽ 14 ദിവസത്തെ റിമാൻഡിനുള്ള വകുപ്പ് വക്കീൽ ഒപ്പിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേസായി. വന്ദനയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അഡ്വക്കേറ്റ് വർഗീസിനാണോ പ്രയാസം? ഒരുമ്പെട്ടവള് 6 വർഷം കിടന്ന് നരയിക്കട്ടെ. രാജീവിന്റെ മരണം കൊലപാതകമാണെന്ന അവളുടെ മുറവിളിയൊക്കെ ചവറ്റുകൊട്ടെ കിടന്ന് ചെതലരിക്കട്ടെ. അമ്മ വിഷമിക്കല്ലേ. എന്റെ മോളെ ആ കാലം വരെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലാക്കുന്നതിന് മുൻപ് ഒന്ന് വേഗം പോ. പോലീസുകാർക്കെല്ലാം അല്ലെങ്കിൽ എന്റെ മോളോട് പകയാ. അവരുടെ മുന്നിൽ കിട്ടിയ എന്റെ കുഞ്ഞിനെ കൊല്ല ചെയ്യും. ഒന്ന് വേഗം പോ. ബഹളം വെക്കാതമ്മേ, വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവല്ലേ. ദേ നമ്മൾ സ്റ്റേഷൻ എത്താറായി. ഹരിതേ, നിന്റെ അച്ഛൻ കുറുപ്പ് സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. സാറ് വിചാരിച്ചാലേ വന്ദനയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ഒന്ന് വിളിക്ക് ഹരിതേ. വിളിക്കും മോളെ. ആരോ എന്റെ മോളെ ചതിക്കാൻ കള്ളക്കേസ് കൊടുത്തതാ. വെറുതെ വിളിച്ച് നാണം കെടുന്നതിനേക്കാൾ നല്ലത് വിളിക്കാതിരിക്കുന്ന. എടോ, കാല് കൊടുത്തൊന്ന് വീട്. ശരി സാർ.
ഹരിതേ, കുറുപ്പ് സാറിനെ ഒന്ന് വിളിക്കേ. വിളിക്കും മോളെ. ഒന്ന് വിളിക്ക് ഹരിതേ. ഇൻസ്പെക്ടർ ആയിരിക്കും. അല്ല, മോള ഹരിത. എന്നാ ഫോൺ എടുക്കണ്ട സാറേ. അച്ഛന്റെ സുഖവരം അന്വേഷിക്കാൻ മോള് വിളിക്കുന്നതല്ല, വന്ദനെ രക്ഷിക്കണമെന്ന ഹരിതയുടെ നിലവിളിയായിരിക്കും സാർ കേൾക്കാൻ പോകുന്നത്. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. എന്റെ മോള് ഗർഭിണിയാണ്. വല്ല അസ്വസ്ഥത എങ്ങാനും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കാനവിടെ മരുമക്കളും മറ്റാൾക്കാരൊക്കെ ഉണ്ടല്ലോ. സാറ് ഫോൺ എടുക്കണ്ട സാറേ. ഫോൺ എടുക്കുമ്പോൾ വന്ദനെ രക്ഷിച്ചേ പറ്റുമെന്നാണ് മോളുടെ ഡിമാൻഡെങ്കിൽ സാർ അത് ചെയ്യുമോ? വന്ദനെ രക്ഷിക്കാൻ എന്റെ പട്ടി രക്ഷിക്കും. എന്നാ സാറ് ഹരിതയുടെ ഫോൺ എടുക്കണ്ട. ഹരിതയാണല്ലോ. ഹലോ, എന്താ ഹരിതേ? ഏട്ടാ, ഏട്ടനിപ്പോ എവിടെയാ? ഞാൻ ആൽത്ര ജംഗ്ഷനില്. എന്താ ഹരിതേ? ഏട്ടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറഞ്ഞോ? ഏട്ടൻ തിരക്കിലാണോ? അല്ല. ഏട്ടാ, വന്ദനേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ അറസ്റ്റോ? എന്തിന്? അഡ്വക്കേറ്റ് വർഗീസിന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്നാ പരാതി. മോഷണോ? കള്ളക്കേസായിട്ടാ. അല്ല, ഇപ്പൊ വന്നേ എവിടെ ഉണ്ട്? ഫോർട്ട് സ്റ്റേഷനിലാ. ഏട്ടനെ എത്രയും പെട്ടെന്ന് വന്ദനേച്ചി രക്ഷിക്കണം. ഞങ്ങളും സ്റ്റേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുവോ? ആ, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ എത്താം. ശരി ഏട്ടാ. ഏട്ടൻ സ്റ്റേഷനിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനായി. വന്ദന പണം മോഷ്ടിച്ചെന്നു. അഹങ്കാരം ധിക്കാരിക്കുകയാണെങ്കിലും വന്ദന ഒരിക്കലും പണം മോഷ്ടിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.